നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, കർണാടക ഷിരൂരിൽ ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിലിൽ അർജുൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനും അദ്ദേഹം ഓടിച്ചിരുന്ന ലോറിയും ഒക്കെ കാണാതായിട്ട് ഏകദേശം 1.5 മാസം ആവാറായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഇപ്പോഴും പുറത്തു വരുന്നുണ്ടെങ്കിലും അതിലെ ദുരൂഹതകളോ അതല്ലെങ്കിൽ അതിലെ നിഗൂഢതകളോ ഇന്നും നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഞെട്ടിക്കുന്ന കുറെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഈ ലോറിയുടെ ഉടമയായിട്ടുള്ള മനാഫ് ചില നിഗൂഢമായിട്ടുള്ള മറച്ചുവെക്കലുകൾ നടത്തുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മൾ ആരോപിച്ചിരുന്നു. ആ ആരോപണത്തിന് സാധൂകരണം തരുന്ന തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ തെളിവുകൾ പുറത്തു വന്നുള്ള തെളിവുകൾ കൃത്യമായിട്ട് ഇവിടെ കാണിച്ച് നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യം വരുന്നത്, ഈ ചങ്ങാതി കൊണ്ടുവരുന്ന ലോഡ്, ഈ അർജുൻ ഓടിച്ച ആ ലോറിയിലെ ലോഡ് സുന്ദരം ഫർണിച്ചർ എന്ന് പറയുന്ന സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഗോവയിൽ നിന്നാണ് ഈ ലോഡ് കയറ്റിയത് എന്ന് പറയുന്നുണ്ട്. അതിന്റെ വെഹിക്കിൾ നമ്പറോ കൊടുത്തിട്ടുണ്ട്, KA15A7427 എന്ന് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവറുടെ പേര് അർജുൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റും കൊടുത്തിട്ടുണ്ട്, 13/6 എന്നുള്ള തീയതിയിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് ടാക്സ് ഇൻവോയ്സ് ആണ്. ഇത് കൃത്യമായിട്ട് തെളിവ് സഹിതമാണ്. അതിൽ ഇനി അർജുൻ കയറ്റിയ ലോറിയിലെ ലോഡ് ശ്രദ്ധിച്ചോ നിങ്ങൾ, ടോട്ടൽ എമൗണ്ട് 22,000 ആണ്. GST അടക്കമുള്ള തുക ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട് 25,960. ആലോചിച്ച് നോക്കേണ്ടതാണ് പ്രേക്ഷകരെ ഇത്. അതായത് ഒരു ഫുൾ ലോഡായിരുന്നു അതിൽ വന്നത്, ഏകദേശം 30 ടണ്ണിന് മുകളിൽ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ വണ്ടിയിൽ സൂക്ഷിക്കേണ്ട പേപ്പറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് ഇൻവോയ്സ്. അതിൽ കൊടുത്തിട്ട് കണ്ടോ, ക്വാണ്ടിറ്റി എന്ന് കൊടുത്ത കണ്ടോ, അതിൽ 18.83 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത്തരത്തിൽ ഇതിൽ പൂർണ്ണമായിട്ടും നുണകൾ മാത്രം നിറച്ചുകൊണ്ട് ഈ വാഹനത്തിൽ എന്തൊക്കെയായിരുന്നു കൊണ്ടുവന്നത് എന്ന് ഈ മനാഫ് തന്നെയാണ് ഇനി പ്രേക്ഷകരോട് തുറന്നു പറയേണ്ടത്. ഇതായിരുന്നു അർജുൻ അന്ന് ഓടിച്ചിരുന്ന ആ കാണാതായ ലോറി. അതിലെ ലോഡ് നോക്കൂ, 4 അടി നീളത്തിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത്. ഏകദേശം 30 ടണ്ണിന് മുകളിൽ ഉണ്ട് എന്നുള്ളതൊക്കെ വാർത്തകളിലൂടെ ഈ മനാഫ്, ലോറിയുടെ ഉടമ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും മനാഫിന് എതിരായിട്ട് തന്നെയാണ് പുറത്തു വരുന്നത്. എന്തിനാണ് ഈ കള്ളങ്ങൾ പ്രചരിപ്പിച്ചത്? അതായത് കൃത്യമായിട്ടും കാണിക്കേണ്ട കണക്ക് കാണിക്കാതെ കള്ളക്കണക്ക് കാണിച്ചുകൊണ്ട് നികുതി വെട്ടിപ്പ് നടത്തിയ ആൾ തന്നെയാണ് മനാഫ് എന്ന് ഇന്ന് നമ്മൾക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിൽ സാധൂകരണം കിട്ടിയിരിക്കുക തന്നെയാണ്. ഇത് അർജുൻ ഓടിച്ചു കൊണ്ടുവന്ന ആ വാഹനത്തിന്റെ ഇൻവോയ്സിന്റെ കോപ്പിയാണ് നിങ്ങൾ ഇവിടെ വീണ്ടും കാണേണ്ടതുണ്ട്. കാരണം ഇവിടെ കുറെ എന്നെത്തെറി വിളിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. ഇതിനൊക്കെ ഉത്തരം തരാൻ ആർക്കെങ്കിലും പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ ഉയർത്തുന്ന വലിയൊരു ചോദ്യം. ടാക്സ് ഇൻവോയ്സിൽ കൊടുത്തിട്ടുണ്ട്, വണ്ടിയുടെ നമ്പർ ഉണ്ട്, അതിൽ ആരാണ് വണ്ടി ഓടിച്ചത് എന്ന പേരുണ്ട്, ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ഇത് വരുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ ഗോവയിൽ നിന്ന് വന്ന് കർണാടക ടച്ച് ചെയ്തുകൊണ്ട് ഇനി ഇത് എങ്ങോട്ടാണ് ഈ ലോഡ് പോകുന്നത് എന്നൊക്കെ വ്യക്തമാക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ്. മാത്രമല്ല ഇതിൽ കൊടുത്തിരിക്കുന്ന കണക്ക് കള്ളക്കണക്കാണ്. കാരണം വെറും ഒരു 22,000 രൂപ ഗോവയിൽ പോയിട്ട് ഏകദേശം 1000 കിലോമീറ്ററിന് മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി വരണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം പെട്രോൾ ഡീസൽ എക്സ്പെൻസ് വരുമെന്ന് നമ്മൾക്കറിയാം. മാത്രമല്ല 1-2 ആളുകൾ, ഒരു ഡ്രൈവറും ക്ലീനറും ഒക്കെ ഉണ്ടെങ്കിൽ, ഇതിൽ ക്ലീനർ ഇല്ല എന്നാണ് നമ്മുടെ അറിവ്, നമുക്കറിയാം. അത്തരത്തിൽ ഒരു ഡ്രൈവർ പോയി വരണമെന്നുണ്ടെങ്കിൽ വെറും 22,000ന്റെ ചരക്ക്, അതും ടാക്സ് തെറ്റിച്ച് ഇതാക്കുന്ന ക്വാണ്ടിറ്റി വരെ തെറ്റിച്ച് കൊടുത്തിരിക്കുന്നു. അതായത് കൃത്യമായിട്ട് 10 കണക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കണക്ക് പ്രകാരമുള്ള ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ടാക്സ് വെട്ടിച്ച് നടത്തുന്നതിനെ തന്നെയാണ് നമ്മൾ കള്ളത്തടി കയറ്റുക, കള്ളത്തടി വെട്ടിപ്പ്, മാഫിയ എന്നൊക്കെ വിളിക്കാറ്. അതല്ലെങ്കിൽ ക്രിമിനൽ കുറ്റം തന്നെയാണ് ഈ മനാഫ് ചെയ്തിട്ടുള്ളത്. അയാളുടെ വണ്ടിയുടെ നമ്പർ ആ ഇൻവോയ്സിൽ കൊടുത്തിരിക്കുന്ന അർജുൻ അന്ന് ഓടിച്ചിരുന്ന വാഹനമാണിത്. അതിൽ കയറ്റിയിരിക്കുന്ന ലോഡ് നിങ്ങൾ കണ്ടില്ലേ, കൃത്യമായിട്ടും നിറഞ്ഞു തന്നെയാണ് ഇത് വരുന്നത്. ഈ വണ്ടി കൃത്യമായിട്ടും കാണാതായതിനു ശേഷം ഈ മനാഫ് തന്നെ പല സമയങ്ങളിൽ മാധ്യമങ്ങളിലൂടെ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏകദേശം 30 ടണ്ണിന് മുകളിലുണ്ട് ഇതിലെ ലോഡ് എന്നുള്ളതൊക്കെ അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കുഞ്ഞു കുഞ്ഞു പീസായി അടുക്കിയിട്ടുള്ള ആ വണ്ടിയിലെ ലോഡിൽ ആകെ കിട്ടിയിട്ടുള്ളത് 4 പീസാണ്. അതും 12 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന്. അതും ഈ മനാഫിന്റെ സഹോദരനും മാത്രം വെരിഫൈ ചെയ്തു, അല്ലാതെ ആധികാരികമായിട്ട് അതിന്റെ ഒരു സാധൂകരണം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾക്കറിയാം, നികുതി വെട്ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വലിയ ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. ഈ നികുതി വെട്ടിപ്പ് കൃത്യമായിട്ട് ഇവൻ നടത്തിയിട്ടുണ്ട് മനാഫ്. മാത്രമല്ല ഈ അർജുൻ ഓടിച്ചിരുന്ന വാഹനം കാണാതായതിനു ശേഷം ഇത് വെള്ളത്തിൽ മുങ്ങി എന്ന് പറയുന്നു, അതല്ലെങ്കിൽ മണ്ണിൽ പൂണ്ടുപോയി എന്ന് പറയുന്നു. അതിനൊന്നും ഉറപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല, യാതൊരു സാധൂകരണവും കിട്ടിയിട്ടില്ല. എന്നിട്ട് 2 ദിവസത്തോളം ഈ വണ്ടി ഓടിച്ചിരുന്ന അർജുന്റെ മൊബൈൽ ശബ്ദിച്ചു റിങ് ചെയ്തു എന്ന് പറയുന്നു. ഒരു ദിവസത്തോളം വെള്ളത്തിൽ പൂണ്ടുപോയ, അതല്ലെങ്കിൽ മണ്ണിൽ പൂണ്ടുപോയ
കൊണ്ടുപോയ വാഹനം ഒരു ദിവസം പൂർണ്ണമായിട്ടും സ്റ്റാർട്ടിങ്ങിലായിരുന്നു എന്ന് പറയുന്നു. പച്ച നുണ പടച്ചിറക്കുന്നു. ഇത്തരത്തിൽ ഈ ഇൻവോയ്സ് അടക്കം പുറത്തു വരുമ്പോൾ ഈ തെളിവിനെ സാധൂകരിക്കാൻ ഇനി ചെറിയ വെള്ളപൂശലുകളൊന്നും വേണ്ടി വരില്ല, പോരാതെ വരും. കാരണം ഇത് കൃത്യമായിട്ട് നികുതി വെട്ടിപ്പ് നടത്തിക്കൊണ്ട് ഈ ചങ്ങാതി മനാഫിന് ഇതിനു മുൻപും കള്ളത്തടി കടത്തിയതുമായി ബന്ധപ്പെട്ട് കർണാടകയുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇയാളുടെ വീട്ടിൽ വന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇയാളുടെ എല്ലാ സ്ഥലങ്ങളും റെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ അയാൾ പ്രതിയായിരുന്നു. പിന്നീട് ആ കേസുകളിൽ നിന്നെല്ലാം അയാൾ രക്ഷപ്പെട്ടു പോകുന്നത് ഉയർന്ന സ്വാധീനവും കോടിക്കണക്കിന് രൂപ ഒഴുക്കിയിട്ട് തന്നെയാണ് എന്നുള്ള കണക്ക് പുറത്തു വന്നിരുന്നു. അപ്പോൾ നികുതി വെട്ടിപ്പ് വെറും 22,000 കണ്ടു നോക്കുക നിങ്ങൾ. ഈ 22,000 രൂപയുടെ ചരക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ അർജുൻ 6-7 ദിവസമുള്ള ഈ ട്രിപ്പ് പോയത്? ഉത്തരം പറയൂ. കുറ്റം പറയുന്ന, തെറി വിളിക്കുന്ന ആളുകൾ ഒന്ന് ഉത്തരം പറഞ്ഞാട്ടെ. നോക്കൂ, ഇവിടെ അർജുൻ എന്ന് പറയുന്ന ആ കുട്ടിയുടെ മരണത്തിൽ, അതിന് മരിച്ചോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ അദ്ദേഹം ഇനി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് ഈ മനാഫ് തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. കാരണം ലോറി കിട്ടിയിട്ടില്ല, ഈ പറയുന്ന തടികളൊന്നും കിട്ടിയിട്ടില്ല, ലോറിയുമായി ബന്ധപ്പെട്ട മറ്റൊന്നും കിട്ടിയിട്ടില്ല. ഇവൻ തന്നെ പറയുന്ന ഒരു കയർ കിട്ടി, മാസങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു കയറിന്റെ തുണ്ട് അത് എന്റേതാണെന്ന് പറയുന്നു. ഒരു ജാക്കി കിട്ടിയപ്പോ അത് എന്റേതല്ല, അതും അവന്റേതാണെന്ന് പറയുന്നു. പിന്നെ എന്താ വണ്ടിയുടെ ഡോറോ അങ്ങനെ എന്തൊക്കെ കിട്ടിയപ്പോൾ ഇത് എന്റേതല്ല എന്ന് പറയുന്നു. അത്തരത്തിൽ മനാഫ് ഒളിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് ഏറ്റവും സാധൂകരണം തന്നെയാണ് നമ്മളിവിടെ ഈ പുറത്തു വിട്ടിരിക്കുന്ന ഈ തെളിവുകൾ. കൃത്യമായിട്ടും നികുതി വെട്ടിപ്പിന് വേണ്ടി നടത്തിയിട്ടുള്ള ഈ തട്ടിപ്പ് പുറം ലോകം അറിയേണ്ടതുണ്ട്. ഇതിനു മുൻപും ഇയാൾ എത്രത്തോളം ലോഡുകൾ ഇങ്ങനെ ഈ പറയുന്ന ഗോവയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും ആ കൊണ്ടുവരുന്ന ഈ ലോഡുകളെല്ലാം കർണാടകയിൽ തന്നെയാണോ അൺലോഡ് ചെയ്യാറ് അതോ കേരളത്തിലേക്ക് കൊണ്ടുവരാറുണ്ടോ, എത്ര ലോഡുകളാണ് ഇയാൾ ഇങ്ങനെ നികുതി വെട്ടിപ്പ് നടത്തിയിട്ട് ഇയാൾ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, സകല സർക്കാരുകളെയും പറ്റിച്ചിട്ട് എന്നൊക്കെ അന്വേഷണം കണ്ടെത്തേണ്ടത് തന്നെയാണ്. ഈ സുന്ദരം ഫർണിച്ചർ എന്ന് പറയുന്ന ഇത് ഒരു കമ്പനിയാണോ, അതിന് വല്ല തീവ്രവാദികളും നടത്തുന്ന ഈ ഡമ്മി കമ്പനികളാണോ, എല്ലാം അറിയേണ്ടതുണ്ട്. കാരണം നികുതി വെട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന ഒരു കമ്പനി കൂടിയാണിത് നമുക്കിവിടെ പറയേണ്ടി വരും. കാരണം വെറും 22,000 രൂപയുടെ ലോഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്രയും 100,000 കിലോമീറ്റർ, ഏകദേശം 1000 മുകളിൽ കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ കൂട്ടുമ്പോൾ 1000 മുകളിൽ വരും. അപ്പോൾ ഇത്തരത്തിൽ വലിയ കിലോമീറ്ററുകൾ ഓടിക്കൊണ്ട് ഒരാളെ പൂർണ്ണമായിട്ട് വിട്ട് ലോറി അടക്കം ഇങ്ങോട്ട് വരിക, എന്നിട്ടോ വെറും 22,000. നോക്കൂ, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. GST എമൗണ്ട് കൊടുത്തിട്ടുണ്ട് 25,960. പറയൂ, തെറി വിളിക്കുന്ന നമ്മന്റെ ആളുകളൊക്കെ ഒന്ന് ക്യൂ ആയിട്ട് വന്നേ. നമ്മളൊക്കെ ഒരു കാര്യം പറയുമ്പോഴേ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടിസ്ഥാനമില്ലാതെ, തെളിവില്ലാതെ നമ്മളൊന്നും ഒരാൾക്കോ അതല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനോ മറ്റെന്തിനെതിരെയും നമ്മളൊന്നും പറയാറില്ല. പക്ഷെ പറയുമ്പോൾ അത് കടുത്ത ഭാഷയിൽ തന്നെ പറയും. അർജുൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ, അദ്ദേഹം എവിടെ എന്നുള്ളത് നമ്മൾക്കൊക്കെ വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത്തരത്തിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ ആ വേദനാജനകമായിട്ടുള്ള സംഭവം ഇരിക്കുമ്പോൾ തന്നെ യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാനാവില്ല. നമ്മൾക്ക് ആരെയും പൊക്കിപ്പിടിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്തുകൊണ്ടോ മനാഫിനെ പോലെയുള്ള ആളുകളെയൊക്കെ പൊക്കിപ്പിടിച്ചു കൊണ്ട് നടക്കേണ്ട ആവശ്യം നമ്മൾക്ക് ഇല്ല. ഇവൻ കൃത്യമായിട്ട് നികുതി വെട്ടിപ്പ് നടത്തി എന്നുള്ളതിന് ഈ തെളിവിന് പകരം ഇനി വേറെ എന്തൊരു തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? കൃത്യമായിട്ടും അയാളുടെ ലോറി കാണുന്നുണ്ട്, അയാളുടെ ഡ്രൈവർ അർജുനാണ്, എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, എത്ര കിലോമീറ്റർ കവർ ചെയ്തു വരുന്നു. ഇവിടെ ഇനി നമ്മൾ ഉയർത്തുന്ന വലിയ ചോദ്യമുണ്ട്. ഇത് മനാഫ് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. മനാഫെ, ഇത് നിന്റെ ലോറിയിൽ കൊണ്ടുവന്ന ലോഡിന്റെ ഒരു ഇൻവോയ്സ് അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് തുറന്നു പറയാം. നീ കൊണ്ടുവന്ന ഈ 22,000 രൂപയുടെ ഈ ലോഡ് എന്തായിരുന്നു മനാഫെ? നീ ഒന്ന് പറഞ്ഞതാ. 22,000 നീ ഗോവയിൽ പോയിക്കൊണ്ട് ഒരു ഫുൾ ലോഡ് കൊണ്ടുവന്നത് എത്രത്തോളം നികുതി വെട്ടിപ്പാണ് നീ നടത്തിയത്? അത് ലക്ഷങ്ങൾ, എത്രത്തോളം ലക്ഷങ്ങൾ ഇതുപോലെ നീ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. നിന്റെ വീട്ടിൽ എന്തിനായിരുന്നു കർണാടക ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് റെയ്ഡ് നടത്തിയത്? ഈ അർജുന്റെ മൊബൈൽ എങ്ങനെ 2 ദിവസം വെള്ളത്തിൽ പൂട്ടിട്ട് ശബ്ദിച്ചു എന്ന് നീ എങ്ങനെ പറയുന്നു? ഈ ലോഡ് എവിടേക്കുള്ളതായിരുന്നു? ഈ വെള്ളത്തിൽ മുങ്ങിപ്പോയ, ചളിയിൽ മുങ്ങിപ്പോയ ഈ ട്രക്ക് ഒരുപാട് നേരം ഓണിലായിരുന്നു, സ്റ്റാർട്ടിങ്ങിലായിരുന്നു എന്ന് നീ എന്തിനാണ് നുണ പറഞ്ഞത്? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കേണ്ടതുണ്ട്. ഇതിൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അത് കിട്ടുമ്പോൾ തന്നെ അർജുൻ എവിടെയാണ്, ഇന്നും ജീവനോടെ ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് നമ്മളെ തെറി വിളിച്ചാൽ ശരിയാവുക? മാന്യ പ്രേക്ഷകരെ, ഇവിടെ നമ്മൾക്കറിയാം അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ വീട്ടുകാരുടെ അവസ്ഥയൊക്കെ നമ്മൾക്കറിയാം. പക്ഷെ ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ് നടത്തുന്ന ഈ ലോറി ഓടിക്കാനാണ് അർജുൻ പോകുന്നതെങ്കിൽ അർജുൻ നിഷ്കളങ്കനാണോ എന്ന് കൂടി ചോദിച്ചാലും കുറ്റം പറയാനാവില്ല. കാരണം അർജുൻ അറിയാമല്ലോ, ഇത്തരത്തിൽ ഈ ഇൻവോയ്സിൽ കൊടുത്തിരിക്കുന്ന 22,000 രൂപയുടെ ഈ ഫുൾ ലോഡ് കൊണ്ടുവരാനാണോ അർജുൻ പോകുന്നത്? അർജുനെ ചെക്ക് പോസ്റ്റുകളിലെല്ലാം കാണിക്കേണ്ട ഒറിജിനൽ ഇൻവോയ്സിന്റെ കോപ്പിയാണ് നമ്മളിവിടെ പുറത്തുവിടുന്നത്. ഈ കോപ്പി കാണിച്ചിട്ട് തന്നെ ചെക്ക് പോസ്റ്റുകൾ കവർ ചെയ്ത് വരാനാവും.
അതിൽ വേറെ എന്തൊക്കെ കള്ളക്കടത്ത് സാധനങ്ങൾ ഉണ്ട് എന്ന് കൂടി നീ ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം 22,000 രൂപയുടെ സാധനം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണോ ഈ മനാഫ് ഈ വണ്ടിയുമായി അർജുനെ പറഞ്ഞു വിട്ടത് എന്ന് ഉത്തരം വേണ്ടതുണ്ട്. മാത്രമല്ല അത് അല്ല, 22,000 രൂപയ്ക്ക് ഒരാൾക്കും മുതലാവില്ല എന്ന് നമ്മൾക്കറിയാം. അത്തരത്തിൽ മുതലാക്കുന്ന സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ വല്ലതുമുണ്ടോ? അതെന്താ മനാഫെ നീ തുറന്നു പറയാത്തത് എന്ന് ആര് ചോദിച്ചു കഴിഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല. ഇനിയും ഇവിടെ ഇത് കാണേണ്ടതുണ്ട്. കാരണം ഇവിടെ മനാഫിനെതിരെ കൃത്യമായിട്ട് തെളിവ് സഹിതം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളെ തെറി വിളിക്കുന്ന സകല എണ്ണത്തിനും സമർപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ഇൻവോയിസ് തന്നെ പുറത്തു വരുമ്പോൾ, ആധികാരികമായിട്ടുള്ള രേഖ തന്നെ പുറത്തു വരുമ്പോൾ മനാഫിന് മുണ്ടാട്ടം മുട്ടും ഞമ്മക്ക് എന്നറിയാം. അത്തരത്തിൽ മുണ്ടാട്ടം മുട്ടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കൃത്യമായിട്ടും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഇൻവോയിസ് എവിടെ നിന്നാണ് വന്നത്, വെഹിക്കിൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡ്രൈവറുടെ പേര് അർജുനാണ്. ഇത്തരത്തിൽ 22,000 രൂപയുടെ ലോഡുമായിട്ട് അർജുൻ വന്നിട്ടില്ല. അർജുൻ എവിടേക്കാണ് പോയത്? എങ്ങനെയാണ് അർജുൻ അപ്രത്യക്ഷനായത്? വെറും 22,000 രൂപയുടെ ഈ ലോഡ്, ഇതിന്റെ പേരിൽ മറവിൽ വേറെ എന്തൊക്കെയാണ് മനാഫ് ഈ ലോറിയിൽ കടത്താറ്? ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ നക്സലൈറ്റുകൾ ഈ കള്ളത്തടി വെട്ടിക്കൊണ്ട് നിറച്ചു വിടാറുണ്ടോ? അതിൽ കണക്കിൽ പെടുത്തുന്നത് ഇത്ര, കണക്കിൽ പെടാത്തത് ഇത്ര എന്നത് രണ്ടും രണ്ട് രീതിയിലാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്, പുറത്തു വരേണ്ടതുണ്ട്. നോക്കൂ, ഞാനും വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ പറയാം. അതായത് ഏകദേശം ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കർണാടകയിൽ നിന്ന് പച്ചക്കറി ഹോൾസെയിൽ എടുത്ത് കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ റീറ്റെയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ലോഡ് എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാഹനം ഓടിച്ച് എക്സ്പെർട്ട് ആയിട്ടുള്ള ഞങ്ങൾക്കറിയാം ഓരോ ചെക്ക് പോസ്റ്റുകളിലും എത്ര രൂപയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ. ഇത് പറയാൻ കാരണം എന്തെന്നറിയാമോ? കർണാടക അടക്കമുള്ള തമിഴ്നാട് അടക്കമുള്ള ഈ സ്റ്റേറ്റുകളുടെ ചെക്ക് പോസ്റ്റുകളിലൊക്കെ 10 രൂപയും 20 രൂപയും 50 രൂപയും ഒക്കെയാണ് വലിയ കൈക്കൂലി എന്നുള്ളത് കൊടുക്കേണ്ടത്. അവിടെ കൈക്കൂലി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പല പേപ്പറുകളും അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഇതുപോലെ 10 രൂപയും 50 രൂപയും ഒക്കെ വാങ്ങാൻ വേണ്ടി ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടാവും. അവിടെ നമ്മൾ അത് കൊടുക്കുക, വണ്ടി നിർത്തേണ്ട ആവശ്യം പോലും ഇല്ല, പതിയെ സ്ലോ ആക്കിക്കൊണ്ട് നമ്മുടെ ലോഡുമായിട്ട് വരാമെന്നിരിക്കെ ഇത്തരത്തിൽ പല രീതിയിൽ അഴിമതിയിൽ മുങ്ങിയിട്ടുള്ള ചെക്ക് പോസ്റ്റുകൾ കടന്നു വരുമ്പോൾ ഈ 22,000ന്റെ പേരിൽ എത്രയാണ് മനാഫ് ഇങ്ങോട്ട് കോടികൾ കടത്തുന്നത് എന്നതിന്റെ ഉത്തരം തേടേണ്ടതുണ്ട്, അത് കിട്ടേണ്ടതുണ്ട്. ഈ കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്ന നമ്മൾക്കറിയാം, സുമേഷ് മാർക്കോപോളോ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ നിങ്ങൾ അറിയല്ലോ. DNA ന്യൂസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ട്, അദ്ദേഹത്തിന്റെ ചാനലിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച തെളിവുകളാണിത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ ചാനലും നമ്മളിവിടെ കടപ്പാടോടുകൂടി പറയേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഇനിയും പച്ച നുണകൾ പറയാനിരിക്കുന്ന, അതല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നവരെ തെറി വിളിക്കാനിരിക്കുന്ന സകല എണ്ണത്തിന്റെ മുമ്പിലേക്കും വെക്കുകയാണ്. ഇത്തരത്തിൽ ഇൻവോയിസ് സഹിതമാണ് നമ്മൾ വെക്കുന്നത്. പച്ച നുണകൾ പറയുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, മൊട്ട അരുണിമാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. വെറും 22,000 രൂപയുടെ മറവിൽ കടത്തപ്പെട്ടിട്ടുള്ള അർജുന്റെ മൊബൈൽ അദ്ദേഹം പൂണ്ടുപോയി എന്ന് പറയുന്നു, വെള്ളത്തിൽ പോയി എന്ന് പറയുന്നു. പക്ഷെ അതിനുശേഷം 2 ദിവസം റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു അർജുൻ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല. ഈ ലോറി ഇവന്റെ മനാഫിന്റെ കയ്യിൽ തന്നെ ഇപ്പോഴും എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടുണ്ടായിരിക്കാം. ഈ ലോറി കടന്നു വന്നിട്ടുള്ള ചെക്ക് പോസ്റ്റുകൾ പൂർണ്ണമായിട്ടും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എവിടം വരെ എത്തി എന്നുള്ളത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇനി അധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനൊരു സാധൂകരണം കിട്ടുകയുള്ളൂ. അത് കിട്ടാത്തിടത്തോളം കാലം ഈ മനാഫിന്റെ കള്ളത്തരങ്ങൾ ഓരോന്നും നമ്മളിങ്ങനെ പറയുക എന്നല്ലാതെ, നമ്മുടെ വായിക്ക് വേദന വരിക എന്നല്ലാതെ, എന്നെ കുറെ തെറി നിങ്ങൾ വിളിക്കുക എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ പറയുന്ന KA50A എന്ന് പറയുന്ന ആ വണ്ടി, അയാളുടെ വണ്ടിയാണ് ഈ കാണിക്കുന്നത്. അതിൽ അടുക്കിയിരിക്കുന്ന ലോഡ് നിങ്ങൾ കാണുക. ഇത് വെറും 22,000 രൂപയുടെ മരമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ അത് മനാഫ് അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കുന്ന കുറെ എണ്ണത്തിന് മാത്രമേ അത് വിശ്വസിക്കാനാവുകയുള്ളൂ. യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ അതേപോലെ കാണുന്ന, അത് പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന നമ്മൾക്കത് ദഹിക്കില്ല. അത് വിളിച്ചു പറയുമ്പോൾ നമ്മൾ ആരായി? മോശക്കാരായി. പക്ഷെ ചെയ്യുന്ന അവനൊക്കെ ആരായി? പുണ്യവാന്മാരായി. അത് തന്നെയാണ് നമ്മൾ ചില നേരത്ത് വിളിക്കുന്നത് മണ്ടൻ മലയാളി നീ ഇനി എന്ന് നന്നാവും എന്നുള്ളത്. അർജുൻ എന്ന് പറയുന്ന നമ്മുടെ തീരാവേദന അദ്ദേഹം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ മനാഫിന്റെ ഈ തട്ടിപ്പ് പറയേണ്ടതുണ്ട്. മനാഫിന്റെ ലോറി ഓടിച്ചിരുന്ന അർജുനും ഉത്തരം പറയേണ്ടതാണ്. പക്ഷെ അർജുൻ ഈ കാണാതെ ഈ തിരശീലയിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉത്തരം പറയേണ്ടത് മനാഫ് തന്നെയാണ്. എന്താണ് 22,000 രൂപയ്ക്ക് ഈ ഗോവയിൽ പോയിക്കൊണ്ട് ഒരു ഫുൾ ലോഡായിട്ട് കൊണ്ടുവന്നത്? ഈ 22,000 രൂപയ്ക്ക് എങ്ങനെയാണ് ഇവര് മുതലാവുക? ഡീസൽ എക്സ്പെൻസ് പോലും കിട്ടില്ല എന്നിരിക്കെ എന്താണ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്? എങ്ങനെയാണ് ഈ ഇൻവോയ്സ് പ്രകാരമുള്ള കണക്ക് പുറത്തു വന്നത്? എന്താ മനാഫെ, വല്ലതും പറയാനുണ്ടോ? എന്നെ തെറി വിളിക്കുന്നവന്മാരെ വല്ലതും പറയാനുണ്ടോ? തെറി വിളിക്കാനുണ്ടോ? ഇനിയുണ്ടെങ്കിൽ ഇനിയും നീയൊക്കെ വിളിച്ചു കൊള്ളുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.